ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ പൊരിഞ്ഞ യുദ്ധം. അമ്മ കണ്ടാ? അല്ല പിന്നെ കാണാതെ ഇടി കല്യാണം കഴിച്ച ഉടനെ ഹബീൽദാർ പോയതല്ലേ, അങ്ങനെയല്ലേ ഞാനൊരു 6 മാസം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ചെല്ലുന്നത്. എന്നെ കണ്ടതും എന്റെ ദൈവമേ ഒരു ഓട്ടം. യുദ്ധം നിർത്തിയിട്ട് പിന്നെ മറ്റേ പട്ടാളക്കാർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അടുത്തോട്ട് ഒരു ഓട്ടം. എല്ലാരും അന്തം വിട്ടുപോയി. ഞാൻ അങ്ങ് നാണിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലേ. ഞാനോട് കണ്ട് പോ എവിടെ കേക്കാ എന്നെ കണ്ടത് ഓടി വന്ന് എന്റെ മുഖത്തോട്ട് നോക്കി അന്തം വിട്ടുപോയി. പിന്നെ പോകാൻ പറ്റ പാട് പോവൂല. അവസാനം പട്ടാളക്കാരെല്ലാരും കൂടെ ഇങ്ങോട്ട് ഓടി വന്ന് യോ ഹബീൽദാർ സാറ് വരാതെ യുദ്ധം നടക്കത്തില്ല, വന്നേ പറ്റത്തുള്ളൂ സാറേ, വന്നേ പറ്റത്തുള്ളൂ. അവസാനം എല്ലാരും കൂടെ എന്റെ കാല് പിടിച്ച് എന്നിട്ട് പോവോ അമ്മ പറഞ്ഞു വിട്ടപ്പോ പിന്നെ പറഞ്ഞു വിടാതിരിക്കാനോ എന്താണ് എന്താ പറഞ്ഞാലും നിനക്ക് കേൾക്കണം. നീ നിന്റെ കാര്യം നോക്കിപ്പോ. നാക്കെടുക്കാതെ എവിടെ സമ്മതിക്കത്തില്ല. ഉടനെ എന്തെന്ന് പറഞ്ഞിട്ട് വന്നോളൂ. പിന്നെ ബാക്കി കാര്യം അമ്മ പറഞ്ഞില്ല യുദ്ധം നടക്കൂലായിരുന്നല്ലേ? എങ്ങനാ? അല്ല ഒരുവിധം അവർ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന ഇപ്പൊ എന്നെ കണ്ട് കാര്യം പറഞ്ഞ് ചെല്ലുമെന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നത്. അങ്ങനെ പോകത്തില്ല. എന്ത് ചെയ്യും? എന്തായാലും പോയെന്ന് പറയാം. ഇരുന്നാലൊക്കെ എന്നിട്ട് അമ്മയും കൊണ്ടാണ് പോയ യുദ്ധത്തിന്? അല്ല ഞാൻ അങ്ങോരെ പോയില്ല, ഞാൻ ഇങ്ങോട്ട് മാറി നിന്നു. അങ്ങനെയൊന്നും പറ്റത്തില്ല. യുദ്ധത്തിലൊരു ബാർഡറുണ്ട്, അവിടെ വരെ നമുക്ക് നിൽക്കാനൊക്കെ. ഇങ്ങനെ ബാർഡറും കഴിഞ്ഞല്ലേ സത്യത്തിൽ ഒരു മനോവിഷമം ഉണ്ടാവൂടി അവരുടെ പാട് കാണുമ്പോഴേ. അല്ല നീ ഹബീൽദാർക്ക് ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. ഹബീൽദാർ അല്ലേ, മറ്റേ പട്ടാളക്കാരാണ് യുദ്ധം ചെയ്യുന്നത്. ഇത് നേതൃത്വം വഹിച്ചാൽ മതി ഇങ്ങനെ നിന്ന്. പക്ഷെ അമ്മയെ ഒരു പട്ടാളം ആക്കി അവിടെ നിർത്തിയാൽ മതിയായിരുന്നു യുദ്ധം. വലിയ വർത്താനം ഒന്നും പറയാം. ഇല്ല അമ്മ, അമ്മയെ കണ്ടാ പേടിച്ച് എല്ലാരും ഓടിയാ. അമ്മേ അമ്മക്ക് ഈ ചൊറിച്ചിൽ മാത്രമല്ല, ഇതിലൊന്നും ഇല്ല ഈ പൊട്ടത്തലയില്. ഇത് നരയ്ക്കാന്ന് പറഞ്ഞാ ഇപ്പം 35 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇത് 35 നരയാട്ടോ. അല്ല നരച്ചാലും നര തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ചൊറിച്ചില് കാണും. അതാ അല്ലെങ്കിൽ താരം കാണുമോ എന്തോ. താരനൊന്നും ഇല്ല. അമ്മ ചുമ്മാ എന്നെ കൊണ്ട് ഇങ്ങനെ ചോദിക്കാം. എന്താടി വന്നേ പിന്നെ എനിക്കിതൊന്നും അളവിനാക്കി തരൂ. എന്താ? അതെന്റെ പുതിയ ഉടുപ്പ്. ഓ എന്റെ പൊന്നു മോളെ, എന്നും ഉടുപ്പെടുക്കലാട്ടാ നിനക്ക്? എന്നും ഉടുപ്പെടുക്കലല്ല. പിന്നെ ഇപ്പൊ ആവശ്യമില്ലാതെ എടുത്ത് എന്തിനാ? ഇത് ഞാൻ മേടിച്ചതല്ലോ. പിന്നെ ആരും മേടിച്ചേ? അമ്മ മേടിച്ചെന്നാ. അമ്മ എനിക്ക് എല്ലാ മാസവും ഓരോ ടോപ്പും ഡ്രസ്സും ഒക്കെ മേടിച്ചു തരാറുണ്ടേ. പക്ഷേ ഇത് ഭയങ്കര അമ്മ എല്ലാ മാസവും ഓരോ ഉടുപ്പ് എനിക്ക് മേടിച്ചു തരാറുണ്ടല്ലോ. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് അമ്മ എല്ലാ മാസവും പാവം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും ഓരോ ഉടുപ്പ് മേടിച്ചു തരും. അങ്ങനെ ഇത്തവണ മേടിച്ചതാണ് ഇത്. പക്ഷെ ഇത് ഇട്ട് നോക്കിയപ്പോഴേ ഭയങ്കര ലൂസ്. നല്ലതാ ഇത്. പക്ഷെ എനിക്ക് ഇവിടെയൊക്കെ ലൂസ് ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നി എന്താ അറിയാമോ, ഇതിങ്ങനെ കഴുത്ത് കയറിയിരിക്കണുണ്ട്. കഴുത്ത് കയറിയിരിക്കണ. അമ്മ ഇത് എവിടെ നിന്ന് എടുക്കണെന്നാവോ ആർക്കറിയാം. പിന്നെ അമ്മ എടുത്തോണ്ട് വന്നതല്ലേ, നമ്മള് കുറ്റം പറയാൻ പറ്റുമോ? എല്ലാ മാസം എടുക്കാറുണ്ട്. എനിക്കാണെങ്കിൽ നാണക്കേടാ. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഏട്ടന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റി വെച്ചു. എന്തിന്? അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അമ്മ എല്ലാ മാസവും തരും, അങ്ങനെ എനിക്ക് പറ്റില്ല. ഞാൻ എന്നിട്ടേ ഒരു മുണ്ടും നേരിയതും അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, സർപ്രൈസ് ആയിട്ട് കൊടുക്കാലോ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവും. അല്ല പക്ഷെ അത് വലിയ വിലയുടെ ഒന്നല്ല, ഒരു 500 രൂപയുടെ. കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? അമ്മയ്ക്ക് വിലയുടെ അല്ലല്ലോ നമ്മൾ നോക്കണേ. കൊടുത്താ മതിയില്ലേ? മതി. കൊള്ളാട്ടെ, കളറ് നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് നല്ലോണം ചേരൂല്ലേ? നല്ലതാ. അമ്മ അത് പറഞ്ഞു, ഈ കളർ എനിക്ക് നന്നായിട്ട് ചേരുന്ന. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് അടിക്കണം. നോക്കട്ടെ, ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ. ലൂസ് ഉണ്ട്. ഒരു 1/2 ഇഞ്ച് വെച്ച് 2 സൈഡും അങ്ങ് അടിക്കാം. എന്നാലും അമ്മ ഞെട്ടിച്ചു കളഞ്ഞിട്ടോ. അമ്മ എന്നെ എല്ലാ മാസവും ഞെട്ടിക്കല്ലേ. അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം നിന്നോടാ. നിന്നെ മരുമോളായിട്ടല്ല, മോളായിട്ട് അമ്മ കാണണേ. അത് എന്റെ വീട്ടിലും എപ്പോഴും പറയും, എന്റെ ഭാഗ്യമായി ഈ വീട്ടിൽ വന്ന് കയറിയെന്ന്. അതെ, സത്യം കേട്ടോ.
അടിച്ചു വെച്ചേക്കാം. എപ്പോഴാ വേണ്ട നിനക്ക്? എപ്പോഴാന്ന് വെച്ചാൽ തയ്ച്ചു തന്നാ മതി. എന്നിട്ട് ഇതാ പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിട്ട് അമ്പലത്തിൽ പോണെന്ന് അമ്മ പറഞ്ഞേക്കണേ. ഓ, അമ്മയുടെ ഒരു മോള്. അപ്പൊ ഇത് തയ്ച്ചിട്ട് എന്നെ വിളിക്കണേ. പോട്ടെ, മറക്കരുത്. ഇത് ഇവിടെ ഇവിടെ. എനിക്ക് മനസ്സിലായി. പൊയ്ക്കൊടി അടിച്ചു വെച്ചേക്കാതെ. ഭയങ്കര തയ്യക്കാരിയാണല്ലോ. എന്തോന്ന്? അവളെന്തേ? അപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അമ്മ എൻ്റെ അമ്മ തന്നെയാണോ ശരിക്കും? ഞാൻ അമ്മയുടെ മോളാണോന്ന്? എന്താ അതും ഇപ്പൊ സംശയമായി തുടങ്ങിയ? എന്തോന്നാടി നീ പറയുന്നത്? കാര്യം പറ. എന്തേലും പറയുമ്പോ അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചാടി കടിക്കണേ? അല്ല, നിന്റെ ചോദ്യത്തിന് ഇങ്ങനെ ചാടി കടിക്കാതെ ഞാൻ എന്തോ ചെയ്യാനാണ്? നീ എന്റെ മോളാ. അമ്മയുടെ പ്രവൃത്തി ഒന്നും അങ്ങനെയല്ലല്ലോ. എന്തോന്ന് പ്രവൃത്തി? എനിക്ക് അറിയാനൊക്കെ പറ്റണ്ട് ഇപ്പൊ എല്ലാം. എന്തോന്ന്? ഒരു കളിയും ചിരി. വയസ്സ് കാലത്ത് ഞാൻ കളിയും ചിരിയാ? ആരോട്? അവളോട്. ഓ, ജമന്തിയോടാ? എടി, അവള് ഈ വീട്ടിൽ നിൽക്കുന്ന പെണ്ണല്ലേ? അപ്പൊ ഞാൻ ഈ വീട്ടിൽ നിൽക്കണല്ലേ? നമുക്ക് എന്നോട് തീരെ വർത്താനം പറഞ്ഞില്ല, എന്താ കുഴപ്പം? നിന്റെ വീട്ടിലോട്ട് വരാൻ നീ എപ്പോഴും ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാ അങ്ങോട്ട് വരുന്നത്? നീ വരുമ്പോഴൊക്കെ തമാശ പറയും ചിരിക്കുന്നു. നീയും അവളും കൂടെ എന്തോ ഒരു സ്നേഹം, എവിടെയെല്ലാം പോണ് സാധനമായി. ഞാനും അവള് സ്നേഹമൊക്കെ തന്നെയാ, പക്ഷെ എനിക്ക് ഇതൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല. കുശുമ്പ്. എടി, അന്യ പെണ്ണ് വീട്ടിൽ അവൾക്ക് ചുരിദാർ എടുത്തു കൊടുക്കുന്നു, അവളുടെ കൂടെ തല നോക്കുന്നു. ഞാൻ ആരാ? എന്നെ അറക്കപ്പൊടി കൊടുത്ത് മേടിച്ചാണോ അമ്മ? എടി, നിനക്ക് തയ്യലും അതും ഇതുമൊക്കെ ഇല്ലേ? തയ്യലിട്ടൊന്നും പറഞ്ഞെന്താ? എന്റെ കെട്ടിയന്റെ അടുത്ത് പറയണം അതൊക്കെ വാങ്ങിച്ചു തരാൻ. അവൾ അന്യ വീട്ടിൽ നിന്ന് വന്നതാ. എനിക്ക് മേടിച്ചു തരാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ അവക്ക് മേടിച്ചു കൊടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ അമ്മ എന്തെങ്കിലും കൊടുക്കണ്ടെങ്കിൽ എന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ കൊടുക്കാന്ന. ഓ, അതുകൊണ്ടാണോ? എടി, എന്റെ കിട്ടുന്ന പെൻഷന്റെ കാശ് പകുതി നിനക്ക് തരുന്നുണ്ട്, അവക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന കാശിന്റെ കണക്ക് നിങ്ങൾ ആരും പറയണ്ട. എനിക്കിഷ്ടമല്ല എന്റെ അമ്മയുടെ സ്നേഹം പകുത്തു പോണത്. എനിക്കിഷ്ടമല്ല. അയ്യോ, അതിപ്പോ നടക്കുന്ന കാര്യമാണോ? ഒരു പെണ്ണിനെ വീട്ടിൽ ആ പാവൊന്നും ഞാൻ വലിച്ചു വയ്ക്കത്തില്ല. എന്റെ ചെറുക്കനെ നോക്കുന്ന പെണ്ണാ. എനിക്ക് അവളെ നോക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. നല്ല കാര്യം. നീ നിന്റെ കാര്യം നോക്ക്. നീ ആവശ്യമില്ലാത്ത അവസാനം പറയരുത്. ഞാൻ കാര്യമായിട്ട് പറയുക. എന്നോട് സ്നേഹമായിട്ട് പെരുമാറണില്ലല്ലോ. സ്നേഹമായിട്ട് പിന്നെ പെരുമാറുന്നത് നിന്റെ തോന്നല. നിന്റെ കുശുമ്പുള്ളതുകൊണ്ട് അങ്ങനെ ചുമ്മാ വന്ന് കിടന്ന ആവശ്യമില്ലാത്ത വർത്താനങ്ങളും. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും പറയിപ്പിക്കുന്നത് ഞാൻ പറയുന്നുണ്ട്. തങ്കം, എന്തോ ഇരിപ്പ് ഇത്? അടുക്കളയിലെല്ലാം പകുതിയാക്കിട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കണം. എന്താ ആലോചിക്കണം? എന്താ നിന്റെ പ്രശ്നം? ഇതെന്തോ ഒന്നും വേവിക്കുന്നില്ല എന്ന്? നിന്റെ അടുത്താ ചോദിക്കണേ. വാ തുറന്ന് എന്തെങ്കിലും പറയേ. അമ്മയ്ക്ക് എന്തോ മാറ്റുണ്ട്. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് അതിന് എന്ത് മാറാൻ? തീരെ ഇഷ്ടല്ല നിന്നെ. 24 മണിക്കൂറും ജമന്തിയുടെ കൂടെ അവളോട് ചിരിക്കണു, കളിക്കണു, കുടുപ്പെടുത്ത് കൊടുക്കണു. ഭയങ്കര കണ്ടുപിടുത്തമായി പോയി. ഇതിപ്പോഴാണോ നീ കണ്ടുപിടിച്ചത്? ഇതൊക്കെ പണ്ടേ അങ്ങനെ തന്നെ ആണല്ലോ. നിനക്കതറിയില്ലെന്ന് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ? അല്ല, ഞാൻ അറിയാൻ പോയതെന്ന് ചോദിക്കണം. നീ ഇതാണോ ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ച് വെച്ചേക്കണേ? അവർക്ക് പണ്ടേ നിന്നോട് ഇഷ്ടമില്ല. പിന്നെ ഭയങ്കര ഇഷ്ടം തന്നെ. ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് താമസിക്കത്തില്ല. ഇവിടെ എന്തുകൊണ്ട് പിന്നെ ആ പെണ്ണിന്റെ കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുന്നത്? ഇവിടെ വന്ന് വല്ലപ്പോഴും നിന്നിട്ടുണ്ടോ? ഒരു 1-2 ദിവസം? എവിടെ? അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമെന്നല്ല, ഒരു താല്പര്യവും ഇല്ല. അവർക്ക് അവരെ മോനും മോൻ്റെ ഭാര്യയും അത് തന്നെയാണ് ഇഷ്ടം. പിന്നെ നമ്മളെ തക്കടി മോളുള്ളതുകൊണ്ട് അതിനെ കാണാനൊക്കെ ഇങ്ങോട്ട് വരണത്. എന്താ ഇപ്പൊ എന്തോ തുണി എടുത്തു കൊടുത്തെന്ന് പറഞ്ഞു? എന്തോ നീ? അവക്ക് എല്ലാ മാസവും അമ്മ ഉടുപ്പെടുത്ത് കൊടുക്കാറുണ്ടെന്ന് എന്നോടൊന്നും പറയാറില്ല. അതങ്ങനെ തന്നെ. സ്നേഹം കൂടുതലുള്ളടുത്ത് അങ്ങനെയൊക്കെ തന്നെ ചെയ്യും.
ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ പോയി അടുക്കളയെ വല്ലതും വേവിക്കാൻ നോക്ക്. ഓ, അമ്മയ്ക്ക് സ്നേഹം എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കുന്നു. അതെ, എനിക്ക് പെട്ടെന്ന് പോകണം പുറത്തോട്ട്. നീ ഒന്ന് എടുത്തു വെച്ചല്ല. എന്താന്ന് അമ്മ എന്തിനാ അമ്മ അടുക്കളയിലാ? അതെ, എനിക്ക് ഒരു 3000 രൂപ വേണം. എന്നാ തമിഴം വരെ അയാൾക്ക് പൈസ കൊടുക്കണം. അതെ, 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാന്ന് പറ. അയാൾ ഇന്ന് വരുമെന്ന്. അതല്ല, 2 ദിവസം കഴിഞ്ഞ് കൊടുത്തപ്പോ എന്താ പറ്റുക? എന്റെ കയ്യിൽ പൈസ ഇല്ല. അതല്ലേ 2 ദിവസം കഴിഞ്ഞ് കൊടുക്ക. ഇപ്പൊ സമയമായി, പോയിട്ട് വാ. എന്തറിയുമോ, ഞാൻ അയാള് ഇന്ന് വരുന്നുള്ള കാര്യം ഞാൻ പറ്റ മറന്നു. ഇല്ലെങ്കിൽ ആരുടെ നേരം തിരിച്ചാൽ മതിയായിരുന്നു. അമ്മ അല്ല, അതെ അമ്മയുടെ അടുത്ത് ചോദിക്കല്ലേ. എന്താണ് അതിന്? അത് പിന്നെ വയസ്സായ അമ്മയുടെ അടുത്ത് പൈസ വയ്ക്കണ മോശല്ലേ? അങ്ങനെയല്ല ഏട്ടാ. എടി, അമ്മ എന്റെ അല്ലേ? ആണ്. അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മ തരും. അതല്ല, നമ്മള് അമ്മ ഇങ്ങനെ നന്നായിട്ട് നോക്കണതേ പൈസക്ക് വേണ്ടിയാന്ന് ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നിയ അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം മോശമല്ലേ? വേറെ മക്കളെ പോലെ അല്ലല്ലോ നമ്മൾ. ഏട്ടൻ പോയിട്ട് വാ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാം. അത് മതി. എന്താ നിനക്കെന്താ പ്രശ്നം? അല്ലേ, അമ്മയുടെ മനസ്സ് വിഷമിക്കരുത്, അതാ ഞാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. എന്ത് നോക്കാം? അമ്മയുടെ അടുത്ത് ചോദിക്കരുത്. എന്താ ചോദിച്ചാ കുഴപ്പം? അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ ശരിയാവില്ല. ഉണ്ടെങ്കിൽ തരൂലേ? അത് പോണേന് മുമ്പ് അമ്മയെ കാണണമെന്ന് പറഞ്ഞു ഭയങ്കര നിർബന്ധം. ചെറിയ പിള്ളേരെ പോലെ. വെറുതെ അമ്മ പോയിട്ട് വേണ്ട. അമ്മ ഒരു 3000 രൂപ വന്നേ. ഞാനേ ആ തമിഴം ഇന്ന് വരും. അപ്പൊ ഞാനത് ഓർത്തില്ല അമ്മ. ഞാൻ ഇന്നലെ ആരെങ്കിലും വായിച്ചാൽ മതിയായിരുന്നു. നിന്റെ സ്വഭാവം ഇതാണ്. ഇറങ്ങാൻ നേരത്താണ് നീ ചോദിക്കുന്നത്. ഇത്രയും സമയം നീ ഇല്ലായിരുന്നു. ഇന്നലെ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിനക്ക് പറഞ്ഞൂടെ? മറന്നുപോയി ഞാൻ. എന്തായാലും ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ആണോ? അതെടുത്തിട്ട് നല്ല കുട്ടി. ഇത്രയുള്ള കാര്യം. ദോശ വെച്ചത് മറന്നുപോയി. അല്ല, ദോശയല്ല, പപ്പടം കാച്ചി വെച്ചത് തിരിഞ്ഞു പോയോ? അല്ല, ഇവളെന്താ പൊട്ടം കടിച്ച? അല്ല എടാ, ആ പൈസ ഉണ്ടല്ലോ, ഞാനിവിടെ വച്ചിരുന്നതാണ്. ഇപ്പം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, ഞാൻ അതിൽ നിന്നൊരു പൈസ എടുത്തായിരുന്നു. എന്നിട്ട് എവിടെ വെച്ചെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. എന്തമ്മ ഈ പറയണത്? അലമാരിയുടെ മേളിൽ വെച്ച്, അലമാരിക്കകത്ത് വെച്ച്, ഞാൻ പെട്ടിയിൽ വെച്ചതായിട്ടാണ് എനിക്ക് ഓർമ്മ. എന്തൊക്കെ അമ്മ പറയുന്നത്? ഇങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ഓർമ്മക്കടന്ന് വരല്ലോ. അതല്ലേ ഞാൻ മനസ്സിൽ ഓർമ്മക്കേട് എനിക്ക് ഇങ്ങനെ വരുന്നത്. അല്ല, ഇനിയിപ്പോൾ പോയി നോക്കണ്ട. പിന്നെ ഞാനുണ്ടല്ലോ അതിൽ നിന്ന് ഇത്തിരി പൈസ എടുത്തായിരുന്നു. എന്നിട്ട് ഈ 3000 രൂപ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചായിരുന്നു. നിനക്ക് പലിശയ്ക്ക് കൊടുക്കണമല്ലോ എന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുവരെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ അത് എടുത്തിട്ട് ഞാൻ അലുമാരിക്കകത്താണോ അതോ ഇനി പെട്ടിയിലെന്ന് എനിക്ക് പെട്ടെന്ന് നീ എടുത്ത് വെപ്രാളപ്പെടുത്തിയാലൊന്നും എന്നെ കൊണ്ട് ഒക്കത്തില്ല. എനിക്ക് തലയ്ക്ക് സുഖമില്ലാതെ. അപ്പം നീ പോയിട്ട് വാ, വൈകിട്ട് തരാം, നാളെ കൊടുക്കാന്ന് പറ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊണ്ടുവരാ, അപ്പോൾ തരാം. ഇനിയിപ്പോ ഞാൻ ആരോട് ചോദിക്കും പൈസ? എടാ, ഞാൻ തരാം. ഒന്ന് അഞ്ചപ്പെടുന്നത്. ഇപ്പൊ രാവിലെ ചോദിച്ചാൽ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. നീ പോയിട്ട് വാ, പോയിട്ട് വാ, മക്കൾ പോയിട്ട് വാ. ഉള്ള പൈസ എടുക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ തരാം. തങ്കം വല്ല കഴിക്കാൻ വാങ്ങി കൊണ്ടുപോയല്ലേ ഇപ്പൊ ഈ ബിസ്ക്കറ്റ് തീരും കേട്ടോ. ഒന്നും കൊടുക്കാൻ. അമ്മ ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റിനല്ല ഞാൻ വന്നത്. നീ ആ 2000 രൂപ ഇങ്ങ. അയ്യോ, എൻ്റെ ഇപ്പോൾ ഒരു 500 രൂപ കാണും. 2000 രൂപ നാളെയാണെങ്കിൽ ഞാൻ തരാം. ഞാൻ കടം ചോദിക്കാൻ വന്നതല്ല. എന്റെ കയ്യിൽ നിന്ന് എടുത്ത 2000 രൂപ ഇങ്ങ തരാൻ.
അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ 2000 രൂപ എടുത്തു. അമ്മയുടെ പൈസ എന്തൊരു പറന്നു വന്നു. എടാ പറന്നു വരാതെ നിനക്ക് അങ്ങോട്ട് പറന്നു വന്നൂടെ? ആഹാ. അമ്മ പയറിനെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. എന്താന്ന്? എന്നെ പോലെ ഒരു പ്രമുഖന് അമ്മ അവിടെ വന്ന് പൈസ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ ആ പൈസ എവിടെ പോയത്? പൈസ കാണാതെ പോയതിന് ഉടനെ ഇനി വന്നോണ്. ഇവിടെ എന്തൊരു ഇവിടെ കള്ളന്മാര് താമസിക്കുന്ന സ്ഥലം. പിന്നെ ഈ പൈസ എവിടെ പോയത്? അവളെവിടെ ഇല്ലേ? അവളെവിടെ കാണണം. തങ്കം ഇങ്ങോട്ടൊന്ന് വാ. പൈസ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പഠിക്കണം. കണ്ടല്ലേ ഉടനെ ഇങ്ങ് വരെയാണ്. എന്തൊരു നാണക്കേടാണ് നോക്കണേ. ആരെങ്കിലും കേട്ടാ. എന്താ നീ എന്റെ 2000 രൂപ എടുത്തായിരുന്ന? എടുത്തോടെ നീ. നീ 2000 രൂപ എടുത്താന്ന്. നീ പൈസ എടുത്തോ? ഞാനോ? ആ ഇതാണ് എന്ത്. അവിടെ ആളുകളുണ്ട്, അവരുടെ അടുത്ത് ഒന്നും ചോദിക്കണം. നേരെ ഓടി ഇങ്ങി വരും. അല്ല അവിടെ ഉള്ളവര് അവിടെ ഉള്ളവര് അല്ല എന്റെ ഒരു 2000 രൂപ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും ജനലും വാതിലും തുറന്നിട്ട് അമ്മയും മരുമോളും കൂടെ അടുക്കളയിൽ അമ്മയുടെ 2000 രൂപ കാണാനില്ലാത്തതിന് അമ്മ ഇങ്ങോട്ട് വന്നതിനാ? പിന്നെ ഞാൻ എങ്ങോട്ട് പോയി ചോദിക്കണം? ആരോടെ ചോദിക്കണം? ഇവിടെ മാത്രമേ ആൾക്കാരുള്ളൂ. അല്ല നമ്മൾ കള്ളനും വെള്ളിയല്ലേ, മോഷണമാണല്ലോ നമ്മുടെ മെയിൻ പണി. എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ മോളുടെ അടുത്ത് ഞാൻ വന്ന് ചോദിക്കുന്നു, മരുമോന്റെ അടുത്ത് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ണി കണ്ടവരുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. പൈസ എടുത്ത ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കണം. അതിപ്പോ ഞാൻ ആരെന്നും പറഞ്ഞു പോയി ചോദിക്കും? അമ്മ എടുത്ത് മടിയിൽ വെച്ചേക്കുന്ന ആൾക്കാരോട് പോയി ചോദിക്കണം. ആരാണ് പൈസ എടുത്തത്, എങ്ങനെയാണ് എടുത്തത് എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് ഈ തങ്കത്തിന് അറിയാം. അറിഞ്ഞ അമ്മ ഞെട്ടും. നീ എന്തിനടി എന്റെ മുഖത്തോട്ട് നോക്കണേ? അത് പറഞ്ഞിട്ട് എനിക്ക് അമ്മയുടെ പൈസ ഒന്നും വേണ്ട. അഥവാ വേണമെങ്കിൽ തന്നെ ഞാൻ നാണോ അല്ലാതെ അമ്മയുടെ പോയി കടം ചോദിക്കും. അതെന്നാ എനിക്ക് അന്തസ്സായിട്ട് അങ്ങനെ വാങ്ങിക്കാൻ അറിയാം. എന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് കാണണോ? എടുത്ത ആളെ കാണണോ? ഇനിയെങ്കിലും അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. മക്കളുടെ അത്ര ആവൂല വേറെ ആരും. കേട്ടോ? ആര് തങ്കം നീ ഇതെന്തിനാ എടുക്കണേ? ക്ലീറ്റോ ക്ലീറ്റോ എപ്പോഴും പറയില്ല എനിക്ക് ബുദ്ധിയില്ലാന്ന്. ഇവിടെ വാ, ഇത് കാണ്. കണ്ടോ? എന്ത് പറയണേ? ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞോളാം. എന്റെ പൊന്നെ, ഇങ്ങനെയുള്ള ഈ ഇവിടെയൊക്കെ പോലുള്ളടത്ത് നമ്മൾ എങ്ങനെ താമസിക്കും? കുറെ നാളെ ക്ലീറ്റോ എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ട്, അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഇതും കൊണ്ട് പോയതല്ലേ. ഈ മൊബൈൽ വാങ്ങിച്ച ഇതിനായിരുന്നല്ലേ? പിന്നെ അല്ലാതെ തക്ക സമയത്ത് ഞാനത് കിട്ടി. പൊന്നെ മോളെ നന്നായി കണ്ട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഇവിടെ പൈസ കാണാതെ നീ എടുത്താ ഇല്ലേ? ഞാൻ എന്തിനാ എടുക്കണേ? പിന്നെ ആരും മോട്ടിച്ച് അറിയില്ല. നിനക്കൊന്നും അറിയത്തില്ലേ? നീ അല്ലേ ഈ വീട്ടിലുള്ളത്? അമ്മ എന്ത് ഈ പറയണേ? ഞാൻ എങ്ങനെ അറിയണ? എടി കനകൻ എടുക്കത്തില്ലെന്ന് എനിക്കറിയാം. നീ എന്റെ പൈസ എടുത്ത് കള്ളം പറയരുത്. കള്ളവും മോഷണവും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എടി നീ പറയുന്ന എന്തെങ്കിലും കാര്യം ഞാൻ സാധിച്ചു തരാതിട്ടുണ്ട്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല. എന്റെ സ്വന്തം മോളെക്കാൾ നല്ലതുപോലെയല്ലേ നിന്നെ ഞാൻ സ്നേഹിച്ചത്. നീ എങ്ങനെ തോന്നിയിട്ട് എന്റെ അടുത്ത് പറയാൻ? കള്ളം സത്യം ഇപ്പൊ പറഞ്ഞാൽ നിനക്ക് നല്ലത്. അതല്ലെങ്കിൽ നിന്റെ ബാഗും ഗൂഗിൾ കൂടെ ഒന്ന് ഇറങ്ങി പൊക്കോളണം. എടുത്തില്ല. ഞാൻ കനകനോട് പറയും, ഈ ബന്ധം ഇനി ഇവിടെ വച്ച് കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത്. എടുത്താ? ഞാൻ എന്തിനാ എടുക്കുന്നേ? അത് നിനക്കറിയാം എന്തിനാ എടുത്തെന്ന്. എന്റെ അടുത്താണ് ചോദിക്കുന്നത്. എടുത്തിട്ട് പൈസ തരാനാണ് പറഞ്ഞത്. നന്നായി തങ്ക, നീ ചെയ്തത് നന്നായി. ഞാൻ ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് എന്തോന്ന് എന്ത് ഞാൻ സഹിക്കും? കള്ളവും മോഷണവും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ ഹവിൽദാരുടെ കുടുംബത്തിൽ നടക്കത്തില്ല. എനിക്ക് മര്യാദയ്ക്ക് പൈസ തരണം. നീ എന്നെ എടുത്തത്. ഇതുപോലുള്ള കള്ളികൾ കുടുംബത്തിലുണ്ടെങ്കിലേ ബാക്കിയുള്ളവർക്ക് ചീത്തപ്പര. ഇറക്കി വിടമായുള്ള നീ എടുത്തെന്നുള്ള ദൃക്സാക്ഷിയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ രേഖയുണ്ട്. എന്താ പറയുന്നത്? നീ തന്നെയാണ് എടുത്തത്. നീ ഇനി ഒന്നും മാറിയാമാർക്കും ഒന്നും കാണിക്കണ്ട. നീ തന്നെയാണ് എടുത്തത്. പോലീസിനെ വിളിക്കട്ടെ? പോലീസിനെ വിളിയടാ. പോകണ്ട. നീ എടുത്ത് എനിക്കറിയാം. നീ എടുത്തെന്ന് രേഖയുണ്ട്. അറിയാമോ? നിനക്ക് തെളിവ് വേണോ? നീ എടുത്തെന്നുള്ളൊരു തെളിവ് വേണോ? ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? ഈ വീട്ടിൽ എല്ലാത്തിനും വരുന്ന നമ്മുടെ കിടപ്പില്ല. എടുത്തില്ല. സാമാനൊക്കെ പറഞ്ഞോണ്ടുവാ. എനിക്കറിയാം രേഖയുണ്ട്. കള്ളം പറയല്ലേ? നീ എടുത്തതിന് തെളിവുണ്ട്. ഫോണില് ഫോട്ടോ എടുത്തിട്ടുണ്ട് തെളിവ്. എന്റെ തങ്കം ഫോട്ടോ എടുത്ത് വെച്ച് നീ അതിൽ നടിച്ചു മാറ്റണത് കാണോടി നിനക്ക്?
കാണിച്ചു തരാം, നോക്കടി. കള്ളി, പെരുങ്കള്ളി. അവളെ മുതലക്കണ്ടിയൊരു കുടം ഒരെണ്ണം കൂടെ അങ്ങോട്ട്. അവനെ വിളിച്ച് കൊണ്ടാക്കാൻ പറ അവളെ വീട്ടില് ഇങ്ങനെയുള്ള കള്ളികളെ. പിന്നെ എങ്ങനെയാ ഈ കാണുന്നത്? പിന്നെ കള്ളിയെ പിന്നെ ആരാകണോടി? നീ കള്ളിയാണ്. പിന്നെ കള്ളിയല്ലാതെ പിന്നെ ആരടി നീ? അത് കൊള്ളാലോ. അമ്മ കനകനെ വിളിച്ചിട്ട് എന്തോന്ന് അമ്മ രണ്ടെണ്ണം കൂടെ കൂടാൻ പറയണേ. ചെയ്യാതാ ചെയ്യണ്ടേ മോഷണക്കാരി? അമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാ. നീ എടുത്താ? എന്തോന്ന് അബദ്ധം? ഒന്നും പറയല്ലേ അമ്മ. എടി നീ കാര്യം പറ. നിങ്ങള് രണ്ടുപേരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നി. അതുകൊണ്ട് അപ്പൊ രണ്ടുപേരും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഞാൻ മനപ്പുറം ദൈവമേ, മോശക്കാരി അല്ലല്ലേ? കൊച്ചിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു. ഞാൻ ആ ക്ലീറ്റസിനെ സംശയിച്ചു. ഞാൻ ആരെല്ലാം സംശയിച്ചു. അതുകൊണ്ട് ഇങ്ങനെയാണോ കാണിക്കണ്ട? അസൂയ എടേ, നിന്റെ ഈ മനസ്സിരിപ്പുകൊണ്ടാണ് നിനക്ക് ഒരു കാലത്തും ഗുണം പിടിക്കാതെ ഇങ്ങനെ നീ താഴോട്ട് പോണത്. എടി വന്നു കയറിയ ഒരു പെണ്ണല്ലേ ഇവള് ഇത്രയും കള്ളിയാക്കി. ഞാൻ ക്ലീറ്റസിനെ വിചാരിച്ചു. ആരെയൊക്കെ ഞാൻ വിചാരിച്ചു നീ ഒരുത്തി കാരണം. ഇതൊന്നും ഒരു നല്ല വിദ്യയല്ല, അറിയാമോ? നിനക്ക് അന്തസ്സായിട്ട് പെരുമാറായിരുന്നു. മനസ്സിലായ? ഓ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എന്റെ തലവിധി, അല്ലാതെ എന്ത് പറയാനാ ഞാൻ? മക്കളെ, നന്മയായിട്ട് ജീവിക്കാൻ പഠിക്കണം ആദ്യം. അതാണ് വേണ്ടത് കേട്ടോ. ഇനി ഇങ്ങനെയുള്ള സ്വഭാവം ഒന്നും കാണിക്കരുത്. Alien versus Alien.